അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും അതുപോലെ തന്നെ നമ്മളെ ക്ലാസ്സിൽ ലൈക്ക് ചെയ്യാനും അതിന്റെ ചുവട്ടിൽ കമന്റ് എഴുതാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് ഈ ലൈക്ക് ചെയ്യാൻ പറയുന്നത്, കമന്റ് എഴുതാൻ പറയുന്നത് എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാകും. നിങ്ങൾ ലൈക്ക് ചെയ്താൽ അതുപോലെ തന്നെ കമന്റ് ഒക്കെ കൂടുതലായി എഴുതിയാൽ യൂട്യൂബ് തന്നെ നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ മജ്ലിസ് നിങ്ങൾ എല്ലാവരും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് കൂടെ പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പ്രാർത്ഥന സ്വീകരിക്കുന്ന, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന പല സമയങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്തുക്കളും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം. അറഫ ദിവസം പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്ത് നൽകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ 2 പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാളൊക്കെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്ത് ലഭിക്കുന്ന സമയമാണ്, ദിവസങ്ങളാണെന്ന് മുത്തുനബി പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ സംസം വെള്ളം കുടിക്കാറുണ്ടല്ലോ. സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വജൗഫിൽ ലൈലി, രാത്രി അർദ്ധരാത്രി ഒരാള് 2 കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് മാത്രമല്ല, അവൻ ചോദിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്ന മറ്റൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം എല്ലാ സമയത്തും, വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഓരോ സെക്കൻഡിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുമെന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്ന മറ്റൊരു സമയമാണ് ഇന്ദ നുസൂലിൽ മത്തരി, മഴ പെയ്യുന്ന സമയത്ത്. ഈ കാര്യം പറയുമ്പോൾ ഇന്ന് വ്യാപകമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലമാണ്. ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. മഴയല്ലേ, ഞാനൊന്ന് പുതച്ചുമൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് കിടന്നുറങ്ങല്ല. മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ മഴ പെയ്യല്ലേ, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാതെ മഴ പെയ്യുന്ന സമയത്ത് ചില സൂറത്തുകൾ ഓതാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സൂറത്തുകൾ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസങ്ങൾ മാറ്റിത്തരും, നമ്മളെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും, നമ്മളെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു അകറ്റിത്തരും, നമ്മളെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുകയാണ്. അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് ഒന്ന് ഉളു എടുക്കുക, 2 കരങ്ങളും അല്ലാഹുവിനോട് ഉയർത്തി പറയാ, കടങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ തരാൻ പറയാ, ജോലിക്ക് വേണ്ടി ദുആ ചെയ്യുക, മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുക, ഭർത്താവിന്റെ ദുസ്വഭാവം മാറാൻ, ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ, വീട്ടിൽ സന്തോഷം ഉണ്ടാകാൻ, രോഗം ശിഫയാകാൻ വേണ്ടിയൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. അതുപോലെ പ്രിയമുള്ളവരെ, മഴ പെയ്യുന്ന സമയത്ത് നമ്മളോട് മഹാന്മാര് ഓതാൻ നിർദ്ദേശിച്ച പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്തു തക്വീർ. സൂറത്തു തക്വീർ പാരായണം ചെയ്യുക മഴ പെയ്യുന്ന സമയത്ത്. ഇപ്പൊ നല്ല മഴയാണ്, പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ കഠിനമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ എന്ന് പറയുന്നത് അനുഗ്രഹവുമാണ്, അള്ളാഹുവിന്റെ ശിക്ഷയുമാണ്. മഴ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമൂഹത്തിനെ ശിക്ഷിച്ചിട്ടുണ്ട്. മഹാനരായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അള്ളാഹു മഴ പെയ്ത് പ്രളയമുണ്ടാക്കി ആ സമൂഹത്തിനെ ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ മഴ അനുഗ്രഹവുമാണ്, മഴ ശിക്ഷയുമാണ്. അള്ളാഹു ഈ മഴയൊക്കെ നമ്മൾക്ക് അനുഗ്രഹമായി മാറ്റി തരുമാറാകട്ടെ. മഴ പെയ്യുന്ന സമയത്ത് സൂറത്തു തക്വീർ ഓതി നമ്മൾ ദുആ ചെയ്താൽ നമ്മളെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി തരുമെന്ന് മഹാനരായ ഇമാം യാഫി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു തക്വീർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, മുഴുവനായി കൊടുത്തിട്ടില്ല. നിങ്ങൾ മുഴുവനായി ഖുർആനിൽ നോക്കി ഓതുക. പരിശുദ്ധ ഖുർആൻ
ഖുർആനിലെ 81-ാമത്തെ സൂറത്താണ് സൂറത്തു തക്വീർ. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു ഖദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്വിലത് വഇദൽ വുഹൂശു ഹുശിറത്. ഇത് മുഴുവനായി നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നോക്കി പാരായണം ചെയ്യുക. അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്തു തക്വീർ ഓതി കഴിഞ്ഞാൽ മറ്റു പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് മഹാന്മാര് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത് മഴ പെയ്യുന്ന സമയത്ത് നാം ഓതേണ്ടത് സൂറത്തു തക്വീർ ആണ്. രണ്ടാമത് നമ്മൾ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ കൗസർ ആണ്. സൂറത്തുൽ കൗസർ എല്ലാ ആളുകൾക്കും കാണാതെ അറിയുന്ന ഒരു സൂറത്താണ്. പരിശുദ്ധ ഖുർആനിലെ മീമില്ലാത്ത സൂറത്താണ് സൂറത്തുൽ കൗസർ. എങ്ങനെയാണ് സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സൂറത്തുൽ കൗസർ മഴ പെയ്യുന്ന സമയത്ത് ഓതി പാരായണം ചെയ്ത് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരികയാണ്. നമ്മളെ ഹൃദയം അല്ലാഹു വിശാലമാക്കി തരും. ഹൃദയത്തിന്റെ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാക്കും. ഏതാണ് ഈ ഹൃദയത്തിന്റെ രോഗം? അസൂയ, അഹങ്കാരം, കുശുമ്പ്, പോര്, കുൻറ്റ്, ഇതൊക്കെ ഹൃദയത്തിന്റെ രോഗങ്ങളാണ്. ഈ രോഗത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുകയാണ്. മാത്രമല്ല ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ കഴിയും. സൂറത്തുൽ കൗസർ നിരന്തരമായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ, സൂറത്തുൽ കൗസർ നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്താൽ നല്ല ജോലി അല്ലാഹു നൽകും. മാത്രമല്ല ഉള്ള ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകും. സാലറി കുറവാണെങ്കിൽ അത് കൂട്ടിത്തരാൻ മുതലാളിക്ക് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കും. അതൊക്കെ സൂറത്തുൽ കൗസറിന്റെ ബർക്കത്താണ്. സൂറത്തുൽ കൗസർ പരിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങളുടെ കറവയാണ്. മാത്രമല്ല ഹബീബായ തങ്ങളെ ശഫാഅത്ത് നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾക്ക് ലഭിക്കുകയാണ്. സൂര്യൻ ഒരു ചാണ് തലക്ക് മീതി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിച്ചോക്കാണ്. മഴ പെയ്യുന്നതിന്റെ ഒക്കെ മുമ്പ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടു, ചൂട് കാരണം പല ആളുകളും വീട്ടിൽ AC വെച്ചു, എന്നിട്ട് വല്ല കുറവുണ്ടോ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായില്ലേ ചൂട് കാരണം? ആ സൂര്യൻ ഒരു ചാണ് തലക്ക് മീതെ നിൽക്കുമ്പോൾ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ആ സമയത്ത് ഹബീബായ തങ്ങളുടെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നമ്മൾക്ക് ലഭിക്കുകയാണ് സൂറത്തുൽ കൗസറുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക. മൂന്നാമത് നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തു തകാസുർ. എങ്ങനെയാണ് സൂറത്തു തകാസുർ പാരായണം ചെയ്യുക? എല്ലാവരും എന്റെ കൂടെ ഒന്ന് ഓതൂ. സ്ക്രീനിലേക്ക് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഇതാണ് സൂറത്തു തകാസുർ. ഇതൊരു 28 പ്രാവശ്യം മഴ പെയ്യുന്ന സമയത്ത് ഓതുക. എന്നിട്ട് കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മക്കളെ തരും, നല്ല വിവാഹം നടക്കും, അതുപോലെ തന്നെ പ്രയാസങ്ങൾ മാറും, നല്ല വീടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ 3 സൂറത്തുകളെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, മഴ കാരണം പല ആളുകളും അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അത്തരം അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ മഴ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ അല്ലാ, ശിക്ഷയാക്കല്ല അല്ലാ. മഴ കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് മഴ റഹ്മത്താക്കണേ അല്ലാ, നിന്റെ കാരുണ്യമാക്കണേ അല്ലാ. ജീവിക്കാൻ ആവശ്യമായ വെള്ളം നൽകണേ അല്ലാ. അതോടൊപ്പം വെള്ളപ്പൊക്കത്തിനെ തൊട്ട് പ്രളയത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. അതുപോലെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കല്ലാ. ഞങ്ങളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ രാവിലെയുള്ള 6 മണിക്ക് നടക്കുന്ന മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരൊക്കെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കല്ലാ. സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, നല്ല ജീവിതം നൽകണേ റഹ്മാനെ. നിന്റെ കാവല് കൊണ്ട് അല്ലാ, നിന്റെ സഹായം കൊണ്ട് അല്ലാ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്.
ചോദിക്കാൻ അർഹരല്ലാത്തവരാണ് റഹ്മാനെ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ അകറ്റിത്തരണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.